ഓഹരി വിപണിയിൽ ഇന്ന് ചാഞ്ചാട്ടത്തിന്റെ ഒരു ദിവസമാണ്. സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ ഏറിയും കുറഞ്ഞുമാണ് ഇന്ന് വ്യാപാരം തുടരുന്നത്. അതേസമയം സ്വർണ്ണവിലയിൽ മുന്നേറ്റവും സംഭവിക്കുന്നു. ഉമൈബാൻ ഇബ്രാഹിം വിവരങ്ങളുമായി ചേരുന്നു. ഉമൈബാൻ, കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യ അമേരിക്ക കരാർ എന്ന സൂചനകൾ വന്നപ്പോൾ തന്നെ വലിയ തോതിൽ ഉയർച്ചയുണ്ടായി. അതിനു മുൻപ് ബജറ്റിന് പിന്നാലെ വലിയ തോതിൽ തകർച്ചയുണ്ടായതാണ്. ഇപ്പോൾ എങ്ങനെയാണ് സെൻസെക്സും നിഫ്റ്റിയും മുന്നോട്ട് പോകുന്നത്? ഏതൊക്കെ മേഖലകളിലാണ് കാര്യമായ ഒരു ചാഞ്ചാട്ടം നിഴലിക്കുന്നത്? ദിവിഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അത് ഇന്നലെ വിപണിയിലുണ്ടാക്കിയ വലിയ മുന്നേറ്റം. പക്ഷേ ആ മുന്നേറ്റം തുടർന്നുള്ള ദിവസങ്ങളിൽ ആ രീതിയിലല്ല പോകുന്നത് എന്നുള്ള സൂചനകളാണ് വിപണിയിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ സെൻസെക്സിന്റെ നിഫ്റ്റിയുടെയും കാര്യം എടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ ഒരു ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഏറിയും കുറഞ്ഞുമാണ് വിപണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 185.78 അത്രയും പോയിന്റ് ഇടിഞ്ഞാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയിലാണെങ്കിൽ 24.30, അതായത് 0.94% അത്ര ഇടിവിലാണ് ഇപ്പോൾ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിപണി തിരിച്ചു കയറാനുള്ള സാധ്യതകളും ഉണ്ട്. IT മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടിരിക്കുന്നത് ഇതുവരെയുള്ള കണക്കുകൂട്ടൽ നോക്കുകയാണെങ്കിൽ. അതുപോലെ നിഫ്റ്റിയിലാണെങ്കിൽ ഈ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സൂചികളൊക്കെ ഇടിവിൽ തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ ഏഷ്യ വിപണികളൊക്കെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നു. അതിന്റെ ആ ഒരു മുന്നേറ്റത്തിന്റെ പ്രതിഫലനം ഏറ്റവും കൂടുതലായിട്ട് പ്രതിഫലിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഓഹരി വിപണിയിലാണ്. ഈ അമേരിക്കയുടെ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് മുന്നണിയിലുണ്ടായ ഏറ്റവും വലിയ ആ ഒരു മുന്നേറ്റത്തെ ഇപ്പോൾ നമുക്ക് ആ സാധ്യതകൾ വിലയിരുത്താൻ കഴിയുന്നത് ഇപ്പോൾ ഒരു ചാഞ്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വിപണിയിൽ വലിയ തോതിലുള്ള കുതിപ്പിന് ഇനിയും സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു പ്രതീക്ഷ നൽകുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ കരാറാണ്. അമേരിക്ക ഈ പറഞ്ഞ പോലെ 50-ൽ നിന്ന് 18% ഈ തീരുവ കുറയ്ക്കുന്നതോടുകൂടി സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന മുന്നേറ്റം, അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന വളർച്ച, ഇതൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം. പക്ഷേ ചാഞ്ചാടി തന്നെ വിപണി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുള്ളത് സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന വലിയൊരു ചാഞ്ചാട്ടമാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ സ്വർണ്ണവില നേരിയ കുറവുണ്ടായിരുന്നു. പക്ഷേ വിപണിയിൽ ഇന്ന് നോക്കുകയാണെങ്കിൽ സ്വർണ്ണവില മുന്നോട്ട് കുതിക്കുകയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഗ്രാമിന് 605 രൂപ കൂടി 14,715 രൂപയിൽ എത്തിയിരിക്കുകയാണ് സ്വർണ്ണം ഗ്രാമിന്റെ വില. പവനാണെങ്കിൽ 4,840 രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, 1,17,720 രൂപയാണ് ഒരു പവൻ വാങ്ങാൻ ഇന്ന് സ്വർണ്ണ വിപണിയിലേക്ക് എത്തുന്നവർ നൽകേണ്ട വില എന്നുള്ളതാണ്. പക്ഷേ സ്വർണ്ണ വിപണിയിലും ഇതുപോലെ ചാഞ്ചാട്ടത്തിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള വിലയിരുത്തലും വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വിപണിയിൽ ചാഞ്ചാട്ടത്തിൽ ഈ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ഇതിൽ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ അമേരിക്ക അതൊരു തർക്കത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് അത് ഈ പറഞ്ഞ പോലെ ആണവ കരാറിലേക്ക് ഒരു ചർച്ചയിലേക്ക് ഇറാൻ സന്നദ്ധമാകുന്നു. അപ്പോൾ ഇതൊക്കെ സ്വർണ്ണ വിലയെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടി നിൽക്കുകയാണ്. അതിന് കുറയാം, വീണ്ടും കൂടാം. ആ ഒരു സാധ്യതയാണ് ഇപ്പോൾ വിപണിയിൽ നിന്ന് വരുന്നത്. ദിവേഷ്, ശരി. എന്തായാലും ചെറിയ തോതിലുള്ള ചാഞ്ചാട്ടത്തിലാണ് ഇപ്പോൾ സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ മുന്നോട്ട് പോകുന്നത്.